വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് 100ാമത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എവിടെയാണ് പോകുന്നുള്ളത് നമ്മൾ വീഡിയോയിലോട്ട് കാണിച്ചു. ഓക്കെ, അതിന് അങ്ങോട്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം IKEA. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. നമ്മൾ എത്തിയിട്ടുണ്ട്. IKEAയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ദുബായിലെ IKEA അല്ലേ? അതെ. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പം നമ്മൾ IKEAയിലേക്ക് എൻട്രൻസ് കയറാൻ പോകുന്നതാണ്. അപ്പോൾ ആക്ച്വലി IKEA എന്ന് പറയുമ്പോൾ നമ്മൾ ദുബായിലുള്ളവരെല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇവിടെ കുറേ നമ്മൾ എന്താ പറയുക, വീട്ടിലുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ടോയ്സ് എല്ലാം നമ്മൾ ഉള്ളിലിപ്പോൾ എന്തായാലും ഇപ്പം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഈ പറഞ്ഞ IKEA. അപ്പം നമ്മൾ IKEAയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പം അപ്പോൾ ഇവിടെ ഇതാ ഞാൻ പറഞ്ഞ കുറേ ടോയ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടോയ്സാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു സെറ്റിന് 25 ആണ്. ശരിക്കും നല്ല രസമല്ലേ, നമ്മൾ ഷോക്കേസിലെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സാധനമാണ്. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതും അതുപോലെ തന്നെ ഒരു അടിപൊളി ഒരു ഷോക്കേസിലെല്ലാം വെക്കാൻ പറ്റിയൊരു സെറ്റാണ്. ഇതിനും പ്രൈസ് എന്ന് വെച്ചാൽ 29 dirhams ആണ്. ഇവിടെ സത്യം പറഞ്ഞാൽ മണ്ണൂട്ടൻ്റെ ശബ്ദം കൊണ്ട് വീഡിയോയിൽ ഓഡിയോ കൊടുക്കാൻ തീരെ ഇതില്ല. ഭയങ്കര ഒച്ചപ്പാടാണ്. ഒരു ഡൈനോസറിനെ കണ്ടിട്ട് ഭയങ്കര കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര ഒച്ചപ്പാടാണ്. നല്ല സാധനം വേണമെന്നുള്ള ഇതാണ്. എന്താണെന്ന് അറിയില്ല, ഇതെങ്ങനെ ഒഴിവാക്കും എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് കാവ്യ ഇപ്പം ഓടി കൊടുക്കാത്തത്. അപ്പം ഇതാണ്. ഇതെല്ലാം കുറേ നല്ല അടിപൊളി എന്താ പറയുക, ഷോക്കേസിലെല്ലാം വെക്കാൻ പറ്റിയ അടിപൊളി സാധനമുണ്ട്. ഈ ഗ്ലാസ് എല്ലാം കണ്ട നമ്മളെ കുഞ്ഞുകുട്ടിക്ക് കളിക്കാൻ പറ്റിയ ഗ്ലാസ്സാണ്. ആക്ച്വലി ഇങ്ങനത്തെ 2 ഗ്ലാസ് നമ്മളെ വീട്ടിലുണ്ട്. ആക്ച്വലി ഇങ്ങനത്തെ ഉണ്ട് 2 ഗ്ലാസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സിസ്റ്റർ കൊടുത്തതായിരുന്നു, ഇവരെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത് നമ്മളെ IKEAയിലെ ഇവിടെ നമ്മൾ ബെഡ്റൂമെല്ലാം സെറ്റാക്കിയതാണ്. ശരിക്കും നമ്മളെ വീട്ടിലുള്ളൊരു ബെഡ്റൂം പോലെ തന്നെയാണ് ഇവർ സെറ്റാക്കിയിട്ടുള്ളത്. കയറുമ്പം തന്നെ ഒരു കബോർഡുണ്ട്, അതുപോലെ തന്നെ ഒരു ബെഡ് ഉണ്ട്, ഇതാ ഒരു മിറർ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്കെല്ലാം സെറ്റാക്കി കൊടുക്കാൻ പറ്റിയൊരു ബെഡ്റൂമാണ്. ശരിക്കും നമുക്ക് കാണുമ്പം തന്നെ അപ്പോഴത്തേക്ക് നീ അവിടെ കുത്തിയിരുന്ന വേറൊരു ബെഡ്റൂം സെറ്റാണ്. ഇവിടെ TV എല്ലാം വെച്ച് കബോർഡെല്ലാം ആക്കിയിട്ട് നല്ല രസമുണ്ട്. കേട്ടിനെല്ലാം ഇതാക്കി ഇതുപോലെ കുറേ ഇവിടെ കാണാനുണ്ടാവും. നല്ല രസമാണ് ശരിക്കും കാണാൻ. ഡിഫറെൻറ്റ് കളർ ബൗൾസ് ഉണ്ട്. ഇഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിലെല്ലാം സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാനും ഓൾറെഡി ഉണ്ടല്ലേ ഒന്ന് ഇതിപ്പോൾ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം നല്ല പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ. നാട്ടിലേക്കും കൂടി ഒന്ന് അമ്മ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് നമുക്ക് നാട്ടിലേക്ക് വേണ്ടി വാങ്ങിക്കുന്നതാണ്. അപ്പോൾ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കാം. അതേപോലെ ഗ്ലാസ് സെറ്റും ഇല്ലേ അല്ലേ? ഗ്ലാസ് സിംഗിളായിട്ടില്ല തോന്നുന്നു അല്ലേ? സിംഗിളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനെത്ര പൈസ? 7 dirhams. 7 ഇതിന് 7 dirhams ആണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് 7 dirhams. dirhams.
അപ്പം ഇതെല്ലാം കുറേ സ്പൂണിൻ്റെ സെറ്റാണ്. ഇത് ഇവിടെ എല്ലാം ഉണ്ട്. ഇതിൽ എന്ന് വെച്ചാൽ 4 പീസസിന് 2 ദിർഹംസാണ്. അപ്പം നമുക്ക് ഏതായാലും ഇതിൽ നിന്ന് ഒന്ന് എടുക്കാൻ തോന്നല്ലേ? എടുക്കുക, ഇത് മതി അല്ലേ? നല്ല ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൽ നിന്ന് ഒന്നെടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ബെഡാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടി? കുട്ടികൾക്കെല്ലാം പറ്റിയ ബെഡാണ്. കുറേ ബെഡുണ്ട്. ഇതെല്ലാം പിന്നെ മാറ്റുകളാണ് ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി റൂമിൻ്റെ സെറ്റാണ്. കണ്ടോ? മിനി റൂമിൻ്റെ ഒരു കുഞ്ഞി വാഷ് ബേസിൻ എല്ലായിട്ടുള്ള നല്ലൊരു സെറ്റായത്. അപ്പം നമ്മൾ ഒന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് നമ്മളൊരു കൊടിലെടുത്തതാണ്. കൊടിയല്ല, സോറി, പ്ലക്കർ. പിന്നെ നമ്മൾ ഇപ്പം എന്താ എടുത്തിട്ടുള്ളത്? ചോപ്പർ. ഈ പ്ലക്കർ ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല സുഖമാണ്. പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ സ്പൂൺ അല്ലേ? മറ്റേ മരത്തിൻ്റെ കയ്യിൽ നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയറ്റൂലേ? മതി.
ഇത് ദൂരത്തുനിന്ന് എനിക്കിത് പെട്ടെന്ന് എൻ്റെ കണ്ണിലേക്ക് സ്ട്രൈക്ക് ആയിപ്പോയി. നല്ല രസമുണ്ട്. എൻ്റെ അമ്മ ഇത് പൊന്താൻ പറ്റുന്നില്ല, പിടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിറ്റ് ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. 69 ദിർഹംസ് ആണ്. ഇതെല്ലാം ഹൂക്കാണ്. നമ്മളെ ഫോട്ടോസും അതുപോലെ തന്നെ ക്ലോക്ക് അങ്ങനത്തെ എന്തെങ്കിലും തൂക്കണമെങ്കിൽ നമുക്ക് പറ്റിയ ഹൂക്കാണ് ഇത്. ഇതുപോലെ ഉണ്ടാവുക. ഇത് ഒരു സെറ്റിൽ 3 എണ്ണം ഉണ്ടാവുക. ഇതിന് 4 ദിർഹംസാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ പതിക്കുക, ഒട്ടിക്കുക, അത്രയേ ഉള്ളൂ. കുറേ കിച്ചൺ സെറ്റിൻ്റെയാണ്.
അപ്പോൾ ഇപ്പം നമ്മൾ ഐക്യേൻ്റെ ഉള്ളിലുള്ള കുറച്ചെല്ലാം നമ്മൾ കവർ ചെയ്തു. പിന്നെ ഇതൊരു വലിയൊരു ലെങ്തി വീഡിയോ ആവുന്നതുകൊണ്ടാണ് നമ്മൾ ഐക്യ ഫുൾ എടുക്കാത്തത്. ഒരു ഹാഫ് ഡേ ഇൻ ആ ലൈഫ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര മതിയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാടുണ്ട് ഐക്യയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ലെല്ലാം പേ ചെയ്ത് ഇനി നമുക്ക് ഉച്ചയായി. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. ഇവിടെ നിന്നിട്ട് സമയം പോയത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശരിക്കും നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ബർഗർ കഴിക്കാനാണ് കയറിയത് ബർഗർ കിങ്ങിൽ. നല്ല പോളിംഗ് ആണ്. എല്ലാം എടുക്കാൻ പറയുക നാട്ടുകാരുടെ സൈഡിൽ നിന്ന്. ഇനി ഞാൻ തിന്നട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മളിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒന്നുപോലും കാലിയാക്കിയിട്ടില്ല. അല്ല, ഒന്നുപോലും കാലിയാക്കിയിട്ടില്ല ആരും. അത് നല്ല ഹെവിയാണ്, നല്ലോണം വിശന്ന് പണ്ടടങ്ങി. ഒടുക്കത്തെ വിശപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ക്ഷീണമായിട്ടുള്ള ഹെവി ഫുഡായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാം. എനിക്ക് അതിൽ നടക്കാനില്ല. ഒന്ന് കാലിഫ്ലവർ വരെ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗെല്ലാം കഴിഞ്ഞു, നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളൊരു ഹാഫ് ഡേ ഇൻ അവർ ലൈഫ് എന്ന് കൂടെ പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയപ്പോൾ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. 100ാമത്തെ വീഡിയോ രണ്ടും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.